UDF അടുത്ത തവണ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും. അല്ലാത്ത പക്ഷം താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത്രയ്ക്ക് ആത്മവിശ്വാസം നന്നല്ല അന്തോണി മാഷേ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ UDFന് അത്രയ്ക്കധികം അനുകൂലമല്ലേ ഹാജിയാർജി? ഞങ്ങൾ എന്തായാലും ഇത്തവണ ഒരു 10 സീറ്റെങ്കിലും നിയമസഭയിലേക്ക് പിടിച്ചിരിക്കും. അത് ഉറപ്പാ. പിടിക്കും. തിരുമേനി, ഇത് ഉത്തരേന്ത്യ അല്ല, പ്രബുദ്ധ കേരള. നിങ്ങൾ ഇത് മൊഴിയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഇത്തവണ തിരുമേനിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല. അതെന്താ ആചാർജി അങ്ങനെ? ക്രിസ്മസ് കരോളുകൾ ആക്രമിച്ചു, പള്ളികളിൽ കയറി ശല്യം ചെയ്തു. പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് അവർ വോട്ട് ചെയ്യുക തിരുമേനി? ഡൽഹിയിലെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ മോദിജി കൈകൂപ്പി പ്രാർത്ഥനാ നിരതനായി നിന്നത് നിങ്ങൾ ആരും കണ്ടില്ലെന്നുണ്ടോ? കണ്ടു. അതൊക്കെ ഒരുതരം പ്ലേ ആണെന്ന് എല്ലാവർക്കും അറിയാം തിരുമേനി. എന്നും എപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റുമോ? വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിക്കാനേ ഞങ്ങളെക്കാൾ കേമന്മാര് UDFും LDFും. ആചാര്യ പാർട്ടീസ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം പിടിക്കാൻ 50 ലക്ഷം രൂപ ലീഗ് സ്വതന്ത്രന് നൽകി നല്ല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശിവ കാലം പോണൊരു പോക്കേ. അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ് തിരുമേനി. അതിനൊന്നും ഒരു തെളിവില്ല. ഒരു തെളിവും ഇല്ലല്ലേ? എന്റെ കർത്താവേ, നീ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഒരു തെളിവും വെക്കാന്റെ വമ്പൻ കളവുകൾ നടത്താൻ പറ്റിയ മിടുക്കൻ നേതാക്കന്മാര് നിങ്ങളുടെ പാർട്ടിയിലുണ്ട് ഇല്ലേ ആചാർജി? തിരുമേനിയുടെ പാർട്ടിക്കാര് ഹരിചന്ദ്രന്റെ തറവാട്ടുകാരല്ലേ? അധികാരത്തിന് വേണ്ടി എന്ത് ഹീനകൃത്യം ചെയ്യുന്നവരാ നിങ്ങളുടെ വലിയ നേതാക്കന്മാര്. കൊടകര സംഭവം ആരും മറന്നിട്ടില്ല തിരുമേനി. അതിന്റെ യാഥാർത്ഥ്യമൊക്കെ ജനങ്ങൾക്ക് അറിയാൻ മാഷേ. ഇന്ത്യൻ ഭരണഘടനയോട് എന്തെങ്കിലും കൂറ് നിങ്ങൾക്കുണ്ടോ തിരുമേനി? മഹാപണ്ഡിതനും ഒന്നാന്തരം ഗ്രന്ഥകാരനും ഉറച്ച മതേതരവാദിയുമായിരുന്ന നെഹ്റുജി ഭരിച്ച നാടാ ഇത്. ആ നെഹ്റുജിയുടെ മകൾ തന്നെയാ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനാധിപത്യ മൂല്യങ്ങളെല്ലാം കശാപ്പ് ചെയ്തതെന്ന് മറക്കരുത്. അന്നത്തെ സാഹചര്യത്തിൽ യഥാർത്ഥ ജനാധിപത്യം മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ സംരക്ഷിക്കുന്നതിനും അടിയന്തരാവസ്ഥ അത്യന്താപേക്ഷിതമായിരുന്നു എന്റെ രാജാജി. ചക്കാന്ന് പറയുമ്പോ നിങ്ങളത് ചുക്കായി വ്യാഖ്യാനിക്കരുത്. നമുക്ക് ചക്കയും വേണം, ചുക്കും വേണം. രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് എന്റെ അന്തോണി മാഷേ.